ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സെൻറ്റിമെൻ്റ് ആണ്, മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. ചൈന ഒരു ഇൻഡെക്സ് ഒഴികെ മറ്റെല്ലാ ഇൻഡെക്സുകളും സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ഇന്നലെ ഹോങ്കോങ് വീക്കായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ നാസ്ഡാക്ക് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഒപ്പം എൻവിഡിയ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരവസരത്തിൽ $4 ട്രില്യൺ വരെ ഉയർന്നിരുന്നു. ക്ലോസിംഗിൽ $162.88 പെർ ഷെയറിനാണ് എൻവിഡിയ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.97 ട്രില്യൺ ആണ്. മൈക്രോസോഫ്റ്റും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $3.74 ട്രില്യൺ ആയിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉയർന്നിരിക്കുകയാണ്. മറ്റൊരു ചിപ്പ് സ്റ്റോക്ക് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് ബ്രോഡ്കോം ആണ്. പൊതുവെ ചിപ്പ് റിലേറ്റഡ് ടെക്നോളജി സ്റ്റോക്കുകൾ, AI റിലേറ്റഡ് സ്റ്റോക്കുകളാണ് അമേരിക്കയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ S&P 500 വിക്സ് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ആണ് അമേരിക്കയിലത്തെ 15.94 താന്നിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെസ് വൊളാറ്റിലിറ്റിനെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മാർക്കറ്റുകൾ അത് കാര്യമായിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു ഘടകമായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, സ്ലൈറ്റ്ലി വീക്കായിരുന്നു. നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഗോൾഡ് ETF-കളിലേക്ക് വീണ്ടും ജൂണിൽ നല്ല രീതിയിലുള്ള ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത്. 74.6 ടൺ ആണ് ഗോൾഡ് ETF-കൾ ഗ്ലോബലി ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്നലെ ഇന്നൊക്കെ ഗോൾഡ് പ്രൈസിലുണ്ട്. ഗോൾഡ് $3,321 പെർ ഔൺസ് സ്പോട്ട് ഗോൾഡ് ആണ് ഇന്നത്തെ മോർണിംഗ് റേറ്റ്. ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ നല്ല സ്റ്റൈലി വീക്കായിരുന്നു. ഇന്ന് മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അലുമിനിയം, സിങ്ക് ആണ് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രണ്ട് കമ്മോഡിറ്റികൾ. കോപ്പർ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. അയൺ ഓർ ഫ്ലാറ്റ് ആണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. $70.15 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നാച്ചുറൽ ഗ്യാസ് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ IDBI ബാങ്കിൻ്റെ ഫൈനാൻഷ്യൽ ബിഡിങ് ഒക്ടോബർ 2025 അവസാനിക്കുന്നതാണ് പറയുന്നത്. അതായത് Q4 IDBI ബാങ്ക് ഗവൺമെൻറ്റും LIC അവരുടെ സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ IDBI ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. BSE ഇന്നലെ 150 വർഷം തികച്ചിരുന്നു. ജൂലൈ 9, 1875 BSE ഫോം ചെയ്തത്. ഒഫീഷ്യൽ റെക്കഗ്നേഷൻ കിട്ടിയത് ഓഗസ്റ്റ് 31, 1957 ജനുവരി 2, 1986 സെൻസെക്സ് ലോഞ്ച് ചെയ്തത്. നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഏഷ്യയിലത്തെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE. വേദാന്തനെ കുറിച്ച് വൈസ്രോയ് റിസർച്ച് ഷോർട്ട് സെല്ലറാണ്. ഹിൻഡൻബർഗിനെ പോലെ അമേരിക്കൻ ബേസ്ഡ് ആണ്. അവർ പല റിപ്പോർട്ടുകൾ ഇറക്കിയിട്ടുണ്ട്. അവർ ബോണ്ടുകളിൽ ഷോർട്ട് സെല്ലിംഗ് നടത്തിയതിന് ശേഷമാണ്. ഹിൻഡൻബർഗിനെ പോലുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ്. പക്ഷേ വേദാന്തയുടെ ഡീമർജർ പ്രോസസ് ഓൺ ട്രാക്കാണ്. ഇത്തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ വന്നേക്കാം. AGM-ന് മുമ്പായിട്ട് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ വിത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ട് ഇറക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. അശോക് ലൈലൻഡ് 1:1 ബോണസ് അനൗൺസ് ചെയ്തിരുന്നു. റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 16. മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1000 കോടി രൂപ ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ പോവുകയാണ്. പണ്ട് MCX സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിരുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇപ്പോഴത്തെ MSC എന്ന് പറയുന്ന മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതിന് മുമ്പ് ഇന്ത്യയിലത്തെ പ്രമുഖ ബ്രോക്കിംഗ് ഫേമുകൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ ഷെയർ എടുത്തിരുന്നു. വീണ്ടും അത്തരത്തിലുള്ള എൻറ്റിറ്റികൾ തന്നെയാണ് ഈ എക്സ്ചേഞ്ചിൽ സ്റ്റേക്ക് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഗ്രേ മാർക്കറ്റിൽ $8, $9 പെർ ഷെയറൊക്കെയാണ് എൻ്റെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇൻഡോ സോളാർ ലിമിറ്റഡ് വാരി എനർജീസ് ടേക്ക് ഓവർ ചെയ്തിരുന്നു. 96.15% വാരി എനർജീസാണ് കൈവശം വെച്ചിരിക്കുന്നത്. അവർ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് നോം മീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നും നാളെയായിട്ട് 2.4% സ്റ്റേക്ക് ഇൻഡോ സോളാറിലത്ത് വിൽക്കുന്നുണ്ട്. 265 രൂപയാണ് ബേസ് പ്രൈസ്, ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്, ഓർഡിനറി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നാളെയാണ് ബിഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. HNIസിന് ഇന്ന് ബിഡ് ചെയ്യാം.
ഇത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല ഒരു അലോട്ട്മെൻ്റ് ആയിരിക്കും. കാരണം ലോങ് റണ്ണിൽ നല്ല രീതിയിൽ ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് ഇൻഡോ സോളാർ ലിമിറ്റഡ്. ഡാബർ മാരിക്കോ നല്ല ഗൈഡൻസ് ആണ് ലോങ് റണ്ണിലേക്ക് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡാബർ വെൽനസ് പോർട്ട്ഫോളിയോ വലിയ രീതിയിൽ മുന്നേറുന്നതാണ് ഒരു ഇൻഡിക്കേഷൻ നൽകിയിട്ടുള്ളത്. മാരിക്കോം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. എൻവിറോ ഇൻഫ്ര 395 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. വാട്ടർ മാനേജ്മെൻറ്റ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. എംക്യൂർ ഫാർമയുടെ USFDA ഇൻസ്പെക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഓൺകോളജി സെക്ടറിലാണ് ഡിവിഷനിലാണ് ഇതിൻ്റെ USFDA ഇൻസ്പെക്ഷൻ നടന്നിരുന്നത്. എംക്യൂറിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. റെയിൽ ടെൽ 17.47 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. യാസ് ഹൈ വോൾട്ടേജ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. BSE SMEയിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നൊരു സ്റ്റോക്കായിരുന്നു. ഡിസംബറിലാണ് IPO വന്നിരുന്നത്. 146 രൂപയ്ക്കാണ് IPO വന്നിരുന്നത്. ഇപ്പോൾ അറൗണ്ട് 500 രൂപ ലെവലിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. പവർ സെക്ടർ രംഗത്തുള്ള ഒരു പ്രോമിസിങ് സ്റ്റോക്കാണ് യാസ് ഹൈ വോൾട്ടേജ് മാനേജ്മെൻറ്റ്. F&O വീക്കിലി സെറ്റിൽമെൻറ്റ് മാറ്റിയൊരു പക്ഷേ ഫോർട്ട് നൈറ്റ്ലി ആക്കുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ഇനീഷ്യൽ റിപ്പോർട്ടുകളാണ്. ഇത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ വീക്കിലി സെറ്റിൽമെൻറ്റുകൾ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള വീക്കിലി സെറ്റിൽമെൻറ്റുകൾ മാറാനുള്ള സാധ്യതകളുണ്ട്. പോസിറ്റീവ് ന്യൂസ് ലോസുള്ള മറ്റ് സ്റ്റോക്കുകൾ HCL ടെക്, ബ്ലൂ ക്ലൗഡ്, സോഫ്റ്റ് ടെക് സൊല്യൂഷൻസ് ഒക്കെയാണ്. അതോടൊപ്പം തന്നെ ജെഫറീസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ കോൺട്രാ പിക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഏഷ്യൻ പെയിൻറ്റ്സ്, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, വരുൺ ബിവറേജസ്. വേഴ്സ്റ്റ് സീംസ് ഓവർ ഫോർ ദി സ്റ്റോക്സ് എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. തീർച്ചയായിട്ടും ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ ഹയർ ലെവലിൽ നിന്ന് നല്ല രീതിയിൽ ഫാൾ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ്. ലോങ് റണ്ണിൽ മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് ഈ സ്റ്റോക്കുകളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനാണ്. TCSൻ്റെയും ടാറ്റ എലക്സിയുടെയും റിസൾട്ടിന് ശേഷമാണ് നമ്മളൊരു ആക്ഷൻ കാണാൻ സാധിക്കുള്ളൂ. അതുവരെ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് സെൻറ്റിമെൻറ്റ് കാഴ്ചവെച്ചേക്കാം. ഒപ്പം ഇന്ത്യയുടെ മേലൊക്കെ താരിഫ് അനൗൺസ്മെൻറ്റുകൾ US വീണ്ടും നടത്തുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ മാർക്കറ്റ് ഇതൊന്നും കാര്യമായിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് ആയിട്ട് എടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ സ്റ്റാർ ലിങ്കിന് ഫൈനൽ അപ്രൂവലും കൂടി കൊടുത്തിരിക്കുകയാണ്. സ്പെക്ട്രം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ബ്രോഡ്ബാൻഡും കൂടി വരാൻ പോവുകയാണ്. മറ്റ് കമ്പനികളും ഉണ്ട്. റിലയൻസും അതുപോലെ തന്നെ എയർടെലൊക്കെ ഉണ്ട് സാറ്റലൈറ്റ് സർവീസ് രംഗത്ത്. പക്ഷേ സ്റ്റാർലിങ്ക് ആണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർവീസ് പ്രൊവൈഡർ. എത്രയായിരിക്കും അവരുടെ പ്രൈസ് എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന JMJ ഫിൻടെക് ഇന്നാണ് ലാസ്റ്റ് റൈറ്റ്സ് ട്രേഡിംഗ് ഡേ. ഇന്ന് വാങ്ങുന്നവർക്കാണ് 2:1 റൈറ്റ്സ് ഇഷ്യൂ കിട്ടാൻ പോകുന്നത്. 10 രൂപ 50 പൈസ പെർ ഷെയർ ആണ്. ഫസ്റ്റ് കോൾ അടയ്ക്കേണ്ടത് 3 രൂപ 15 പൈസയാണ്. സെക്കൻഡ് കോള് വിളിക്കുന്ന സമയത്ത് 7 രൂപ 35 പൈസയാണ്. അപ്പോൾ ലോങ് റണ്ണിൽ ഇൻവെസ്റ്റേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടൊരു സ്റ്റോക്കാണ്. അത്തരത്തിലുള്ള വ്യൂസ് ഉള്ള ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് JMJ ഫിൻടെക്. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. TCS ടാറ്റ എലക്സി റിസൾട്ടുകൾ വന്നതിന് ശേഷം മാർക്കറ്റിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.